ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 123-ാം ഓണപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് കുറ്റപ്പുഴ മാർ ഗ്രിഗോറിയോസ് ഓസിവയ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പദയാത്ര സീരീസ് എന്ന ഒരു യൂട്യൂബ് സീരീസ് തന്നെ കുറ്റപ്പുഴ യുവജന പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഒരു പദയാത്രയെക്കുറിച്ചും നമ്മുടെ വികാരി അച്ഛനോട് നമുക്ക് ചോദിക്കാം. അച്ഛന് എന്താണ് നമ്മുടെ ഈ പദയാത്ര സീരീസിനെ കുറിച്ചും നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചും അച്ഛനെ പറയാനുള്ളത്? ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിൽ മലങ്കരയിൽ ആദ്യമായി സ്ഥാപിതമായ ദേവാലയമാണ് കുറ്റപ്പുഴ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയം. ആ ദേവാലയത്തിലെ യുവജന പ്രസ്ഥാനം അതിന്റെ 50-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പരിമല പദയാത്രികരായി അനേകം ആളുകൾ ഈ ദേവാലയത്തിൽ വന്നു പോകുന്നുണ്ട്. വിശിഷ്യ കഴിഞ്ഞ 2 വർഷമായി 25ഓളം ദേവാലയങ്ങളിൽ നിന്നുള്ള പദയാത്രാ സംഘങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ കുടുംബമായിട്ടോ അല്ലാതെയും ഒക്കെയുള്ള ആളുകൾ നമ്മുടെ ദേവാലയത്തിൽ വരികയും വിശ്രമിക്കുകയും അവര് ഇവിടെ നിന്ന് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് സന്തോഷത്തോടെ തൃപ്തരായി പരിമലയിലേക്ക് പോവുകയും ചെയ്യുന്നു. മല്ലപ്പള്ളി കഴിഞ്ഞാൽ റോഡ് സൈഡിനോട് ചേർന്നുള്ള ഒരു ദേവാലയം എന്നുള്ള നിലയിൽ അനേകം ആളുകൾക്ക് ഈ പദയാത്രയുടെ സന്ദർഭത്തിൽ ഈ ദേവാലയം വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ചും ഈ ദേവാലയത്തിലൂടെ പദയാത്രകർ വന്നു പോകുമ്പോൾ അവരുടെ പദയാത്രയുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ, അവരുടെ ദേവാലയത്തിന്റെ ലഘുചരിത്രമൊക്കെ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് പുതിയ അനുഭവം. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഈ ആളുകളുടെ ജീവിതാനുഭവങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസവും വിശുദ്ധനുള്ള മധ്യസ്ഥതയും ഒക്കെ വർദ്ധിക്കുവാൻ തക്കവണ്ണം കൂടുതലായിട്ട് ഇടയാകും എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനം ഇങ്ങനെ ഒരു ഉദ്യമം ആരംഭിക്കുമ്പോൾ ആ യുവജന പ്രസ്ഥാനത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിൽ തന്നെയുള്ള യുവജന പ്രസ്ഥാനമാണ്. ആ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇത് ലോകമെമ്പാടും എത്തുമ്പോൾ അനേകം ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാകും. പ്രത്യേകിച്ചും കടന്നു പോകുന്ന ദേവാലയങ്ങൾക്കും അവരുടെ ഈ പദയാത്ര കാണുമ്പോൾ ആ കടന്നു പോകുന്ന ആ നിമിഷങ്ങളൊക്കെ അവർക്ക് വീണ്ടും ഒന്ന് ഓർമ്മിച്ചെടുക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. അതിന് ഈ യൂട്യൂബ് ചാനൽ സഹായകമാകും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനം ഒരു നമ്മുടെ പള്ളിയിൽ പള്ളി സ്ഥാപിച്ചിട്ട് 75 വർഷം പിന്നിടുമ്പോൾ അതിനുശേഷം ഒരു 25 വർഷങ്ങൾ കഴിഞ്ഞിട്ട്, അതായത് ഇപ്പൊ ഒരു 50 വർഷത്തിലേക്ക് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ യുവജന പ്രസ്ഥാനം കടക്കുകയാണ്. എന്ത് സന്ദേശമാണ് നമ്മുടെ ഈ ലോകമെമ്പാടുമുള്ള ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനത്തിന് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെതായ ഒരു സന്ദേശം കൊടുക്കാൻ നമ്മൾ പറ്റും? സഭയുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീകമായ വളർച്ചയാണ്. ഭൗതികമായ അനേക കാര്യങ്ങൾ നമുക്ക് വികസനം ഉണ്ടെങ്കിലും ഒരു സഭയുടെ ഉന്നതി എന്ന് പറയുന്ന അതിന്റെ ആത്മീയ വളർച്ചയാണ്. അപ്പൊ അതിലെ ആത്മീക പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന് ഓരോ ഇടവകയിലും മലങ്കര സഭ ആകമാനമായും വലുതായ പങ്കുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഇടവകയിൽ ആത്മീകമായിട്ടുള്ള കാര്യങ്ങളിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് യുവജന പ്രസ്ഥാനം. ഞാൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ പറയട്ടെ, കുറ്റപ്പുഴ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ സമർപ്പിതരായ, ഉത്സാഹമുള്ള, നല്ല ജീവിത ശൈലിയുള്ള യുവാക്കൾ ഉണ്ടെന്നുള്ളത് എടുത്തു പറയത്തക്ക കാര്യമാണ്. മധുബായുടെ ശുശ്രൂഷയുടെ കാര്യങ്ങളിലായാലും ഇടവകയുടെ മറ്റു കാര്യങ്ങളിലായാലും യുവജനങ്ങളുടെ നല്ലൊരു പങ്കാളിത്തമുണ്ട്. പ്രത്യേകിച്ചും ഈ വർഷം പലവിധമായ പ്രോഗ്രാം, ഓരോ മാസവും യുവജന പ്രസ്ഥാനത്തിൻ്റെതായ ഓരോ കാര്യങ്ങൾ ഇടവകയുടെ ആത്മീകമായ ഉന്നതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വേദവിജ്ഞാനി എന്ന് പറയുന്ന ഒരു ചോദ്യോത്തര പങ്ക്തി തന്നെ നടത്തുന്നുണ്ട്. അത് അനേകം അറിവുകൾ സഭാചരിത്രപരമായും വേദപുസ്തകപരമായും സാമൂഹ്യപരമായും ഒക്കെയുള്ള അറിവ് നമ്മുടെ ജനങ്ങളിൽ എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അത് വളരെ ആവേശത്തോടെയാണ് ഇടവകയിലെ ജനങ്ങൾ അതിനെ കാണുന്നത്. കാര്യം ഓരോ പ്രാർത്ഥനയോഗത്തിൽ ചെല്ലുമ്പോഴും ഈ വേദവിജ്ഞാനിയിലൂടെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യാവലിയെ സംബന്ധിച്ച ചർച്ചകൾ
പ്രാർത്ഥനയോഗങ്ങളും കുടുംബങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അത് എത്രമാത്രം ആളുകളിലേക്ക് ഭംഗിയായി എത്തി എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഏദൻ തോട്ടം എന്ന് പറയുന്ന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മത്സരം നടത്തി. ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഒരു വർഷം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് നല്ലൊരു സൂചനയാണ്. നമ്മുടെ യുവജന പ്രസ്ഥാനം എപ്പോഴും ഒരു ആക്ടിവിറ്റി നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ യുവജന പ്രസ്ഥാനം വളരെ പോസിറ്റീവായിട്ട്, വളരെ ചലനാത്മകമായിട്ട്, മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ചലനാത്മകമായ ഒന്ന്, അപ്പൊ ചലനാത്മകമായ ഒന്നുണ്ടാകണം എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഓരോ മാസവും ഈ സ്ക്രാപ്പ് കളക്ട് ചെയ്ത് പാവപ്പെട്ടവരെ സഹായിക്കുക, സ്കൂൾ ടൈമിൽ, സ്കൂളിന്റെ ഓപ്പണിംഗ് ടൈമിൽ, വിദ്യാരംഭത്തിൽ പുസ്തകവും മറ്റ് സഹായങ്ങളും ഒക്കെ ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഇടവകയിലെ യുവജന പ്രസ്ഥാനം ചെയ്യുന്നുണ്ട്. അത് മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ യുവജന പ്രസ്ഥാനങ്ങൾക്കും മാതൃകാപരമായ ഒരു കാര്യമാണെന്നുള്ളതും ഞാൻ എടുത്തു പറയുകയാണ്. വളരെ സന്തോഷം അച്ഛനിൽ നിന്ന് ഈ ഒരു സന്ദേശം കേൾക്കുവാൻ. ഇത് കേൾക്കുന്ന അനേകം പ്രേക്ഷകരുണ്ട്, യുവജനങ്ങളുണ്ട്, പല ദേവാലയങ്ങളുണ്ട്. ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഈ ഒരു സീരീസിന്റെ തുടക്കം മുതൽ ഇനി അങ്ങോട്ടൊക്കെ പല വീഡിയോകൾ വരുന്നതായിരിക്കും. അത് നിങ്ങൾ കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വേണ്ട വിധമായ എല്ലാ പിന്തുണയും, അതേപോലെ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും സന്ദേശവും ഒക്കെ തരുവാൻ ദൈവം ഞങ്ങളെയും നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. യുവജന പ്രസ്ഥാനത്തിന്റെ ഈ ചാനലിലൂടെ പരിമല പദയാത്രയുടെ ഈ ഒരു സീരീസ് തീർത്ഥാടനം 2025 എന്നുള്ള പേരിൽ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിന് വേണ്ടുന്നതായ എല്ലാ സഹകരണങ്ങൾ, അതിൻ്റെ നിങ്ങളുടെ സപ്പോർട്ട് ഈ കാര്യത്തിനുണ്ടാകണം എന്നുള്ള കാര്യം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. അണയും നീ അടിയാ ശ്രേഷ്ഠ